വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കിനസ്തെറ്റിക് ആയ കുട്ടികളെ കുറിച്ച് മുന്നേ പറഞ്ഞു, അവർക്ക് ആസ്വദിച്ചും അനുഭവിച്ചും കണ്ടും അറിഞ്ഞും പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ കണ്ടും അറിഞ്ഞും ജീവിക്കുന്നവരാണ്. അവർ ഓഡിറ്ററി ലേണേഴ്സിനെ പോലെ ഉറക്കെ വായിക്കുന്നവരല്ല, വിഷണറി ലേണേഴ്സിനെ പോലെ പതിയെ കണ്ടു പഠിക്കുന്നവരല്ല. പക്ഷേ ഇത് രണ്ടും അതിൽ കൂടുതലും അറിയാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോയി അവർ പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ഓഡിറ്ററി ലേണേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവർക്ക് പേരുകൾ ഓർത്തെടുക്കാൻ ഭയങ്കര മിടുക്കാണ് എന്ന് പറഞ്ഞു. വിഷണറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പേര് ഓർമ്മിച്ചില്ലെങ്കിലും അവരുടെ മുഖം അവർക്ക് നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നു പറഞ്ഞു. പക്ഷെ കിനസ്തെറ്റിക് കുട്ടികൾ പേരോ ഫേസോ അല്ല ഓർമ്മയിൽ നിൽക്കുന്നത്, അവർ കണ്ടുമുട്ടുന്ന ഒരാളുടെ സ്വഭാവമാണ് അവർ എപ്പോഴും ഓർത്തിരിക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഓർത്തെടുക്കുന്നത് ആ കുട്ടികളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. അതായത് അവരുടെ സ്വഭാവമാണ് ഈ കുട്ടികൾ എപ്പോഴും ഓർത്തെടുക്കുന്നത്. മറ്റു കുട്ടികൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കും. ഇപ്പം ഓഡിറ്ററി ലേണേഴ്സ് ആണെങ്കിലും വിഷണറി ലേണേഴ്സ് ആണെങ്കിലും ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇവരിങ്ങനെ നടന്നിട്ടാണ് പഠിക്കുക. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പാടില്ല. നമ്മളിലേക്ക് ഒന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാണ്. നമ്മളൊക്കെ ഇരുന്നിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക, കിടന്നും സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് രണ്ടും ചെയ്യാതെ ഫോൺ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും ഇരുന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ എങ്ങനെയുണ്ട് കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയുള്ളവരാണ് എന്ന് നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മളിൽ തിരുത്തലുകൾ വേണ്ടിയിടത്ത് നമ്മൾ തിരുത്തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറക്ക വായിക്കാനോ അല്ലെങ്കിൽ ബുക്ക് തുറന്നു വെച്ച് ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് വായിക്കാനോ ഇവർ ഇഷ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നടന്നുകൊണ്ടേ വായിക്കാൻ പറ്റുള്ളൂ, അവരങ്ങനെ പഠിക്കുള്ളൂ. എത്ര കണ്ട് ഇവരെ പിടിച്ച് ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാലും ഇവർ പഠിക്കണമെങ്കിൽ നടന്നുകൊണ്ട് പഠിക്കണം. അല്ലാതെ മണിക്കൂറുകളോളം ഒരിടത്ത് പിടിച്ചിരുത്തിയാലും ഇവർക്ക് പഠിക്കില്ല. അതേസമയം ഇവരൊന്ന് നടത്താൻ വിട്ടോക്കെ, അതേസമയം ഇവർ നടന്നുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ പഠിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഓഡിറ്ററിയിൽ ഞാൻ പറഞ്ഞു, ഓഡിറ്ററി കുട്ടികൾ നല്ല കുഞ്ഞിയ കൈയക്ഷരമായിരിക്കും, നല്ല ഭംഗിയുണ്ടായിരിക്കും, ബുക്കൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുന്നത്. അതേസമയം വിഷണറി കുട്ടികളാണെങ്കിൽ കറകുറ പോലെയായിട്ട് എഴുതി വയ്ക്കുന്നുണ്ടായിരിക്കുക. അവർക്ക് വലിയ വൃത്തിയും എടുപ്പൊന്നും ഉണ്ടായിരിക്കും, ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കിനസ്തെറ്റിക് കുട്ടികളുടെ കൈയക്ഷരങ്ങൾ പല രീതിയിലായിരിക്കും. ഇവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ഇവർ ബുക്ക് നിറയെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരു ബുക്ക് എടുത്താൽ 4-5 പേര് എഴുതി വെച്ച പോലെയായിരിക്കും ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ഇവരുടെ ബുക്ക് കൈയക്ഷരം നോക്കി കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇനി ഒരു വഴിയിൽ എഴുതി വെക്കാതെ ഒരു ലൈനിൽ ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ചില സമയത്ത് അത് പകുതി വെച്ചിട്ട് അടുത്ത ലൈനിലേക്ക് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഹൈഫൻ ഇട്ടിട്ട് വാക്കുകൾ തമ്മിൽ വേർതിരിക്കില്ലേ, ഇവരെ സംബന്ധിച്ച് അതൊന്നുമില്ല, എഴുതി അങ്ങോട്ട് പോകും. ആ സ്പേസ് ഉണ്ടാവണമെന്നില്ല, ലൈൻ കറക്റ്റ് ആവണമെന്നില്ല, ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇവർക്ക് വായിച്ചവർക്ക് മനസ്സിലാവും. അതേസമയം ഇവരുടെ ബുക്ക് എടുത്താൽ നമുക്കൊരക്ഷരം പോലും വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ എഴുത്തായിരിക്കും ഈ കുട്ടികൾ അവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരു ഭയങ്കര ഇമോഷണലി റിലേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അതായത് ഇവർ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ഇവർ നഖം കടിക്കും, പേനകൾ അങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും, കൈകളും കാലുകളൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോ സമയവും ഓരോ രീതികളാണ് ഇഷ്ടം ഇവർക്ക്. ഇവരെ രീതികൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇവരുടെ ഇഷ്ടങ്ങളും അപ്പം മാറിക്കൊണ്ടിരിക്കും, ഒന്നിലും സ്റ്റേബിൾ അല്ല എന്നർത്ഥം. ഇവരെ ഇമോഷൻസും ഇവരുടെ രീതികളും ഇവരുടെ സംസാരവും ഇവരുടെ ചലനങ്ങളും ഡ്രസ്സും സ്റ്റൈലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. ചില കുട്ടികളെ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരും. അവരെ കാണുമ്പോൾ നമുക്ക് ഇന്നലെ കണ്ട പോലെയല്ലോ ഇന്ന് കാണുന്നത്. ഒരാഴ്ച കണ്ട് ഇവരെ കാണുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. അത് ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും ഡ്രസ്സിങ്ങിൻ്റെ രീതിയിലായി കഴിയും, എന്ത് കാര്യത്തിലും ഇവരൊരിക്കലും ഇവരെ ലൈഫ് ലോങ് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. ഇവരെപ്പോഴും ഇങ്ങനെ വ്യതിചലിച്ചു കൊണ്ടിരിക്കാനായിട്ട്, സ്റ്റൈലുകൾ മാറാനായിട്ട് ഇവരെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിൽ പലരും ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളൊരു പേപ്പർ കിട്ടിയാൽ ആദ്യം എവിടെ നിന്ന് വായിക്കാം? കുറച്ച് പേര് ഫ്രണ്ടിൽ നിന്ന് വായിക്കുന്നവരുണ്ടായിരിക്കുള്ളൂ, എല്ലാവരും ബാക്ക് പേജ് ആയിരിക്കും ആദ്യം നോക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? ഇവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്ത് കാര്യമുണ്ടെങ്കിലും അവസാനത്ത് നിന്നായിരിക്കും ഇവർ തുടങ്ങുന്നുണ്ടായിരിക്കുക. അവസാനം എന്താണ്? ഫസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കിലോട്ട് തിരിക്കും, എന്താണ് ലാസ്റ്റ് സംഭവിച്ചത്, അതാണ് ഇവർക്ക് അറിയാനായിട്ട് കൂടുതൽ താല്പര്യം.
ഇവർക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യാനൊന്നും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല. എഴുതാനായാലും വായിക്കാനായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ക്രാഫ്റ്റിൽ ഒരു രക്ഷയില്ല കേട്ടോ. അവർ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യും. എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്താൽ ഇവരായിരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്തു വരുന്നുണ്ടായിരിക്കാം. അവർക്ക് ഇഷ്ടമാണ്, ആളുകളെ അത്ഭുതപ്പെടുത്താനായിട്ട് ഇഷ്ടമാണ്. പല അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥലത്ത് കുത്തിപ്പിടിച്ച് ഇവരിയ്ക്കൂല. എത്ര പറഞ്ഞാലും അത് റോട്ടിലായാലും കുഴപ്പമില്ല, വീട്ടിലായാലും കുഴപ്പമില്ല, നാട്ടിലായാലും സ്കൂളിലായാലും എപ്പോഴും ഇവരിങ്ങനെ നടന്ന് കലപില പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ്. അത് തന്നെയാണ് ഇവൻ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും. ഒരിടത്ത് ഇരുന്ന് പഠിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജന്മം പോയാൽ കേൾക്കില്ല എന്ന് പരാതി പറയുന്ന പാരൻസിനോടാണ് ഇവരിങ്ങനെ പഠിക്കുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഇവർക്ക് പഠിയണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ കയറണമെങ്കിൽ, നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തലയിൽ കയറണമെങ്കിൽ ഇവരുടെ രീതിക്ക് ഇവരെ വിട്ടുകൊടുക്കുന്നത് നല്ലത്. ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊജക്റ്റ് വർക്കുകൾ, ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മുന്നേ പറഞ്ഞില്ലേ ക്രാഫ്റ്റ് വർക്കുകൾ, ഇവർ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കുട്ടികൾ കിനസ്തെറ്റിക് ലേണേഴ്സാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഓർഗൻ എന്ന് വെച്ചാൽ ഇവരുടെ സ്കിന്നാണ്. കാരണം ഇവർ എന്ത് കാര്യങ്ങളും അറിയുന്ന, അനുഭവിച്ച് ആസ്വദിച്ചാണ്. എന്ത് നോക്കിയാലും ഒന്ന് കഴിച്ചു നോക്കും. കുട്ടികൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലർ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും. ചിലർ അത് തൊട്ട് കഴിച്ച്, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരാൾ വരുന്നത് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. കിച്ചണിൽ കയറിയ എല്ലാ പാത്രങ്ങളും തുറന്ന് അതിൽ നിന്ന് ഒരു അച്ചാർ കണ്ടു കഴിഞ്ഞാൽ അത് തൊട്ട് നാക്കിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിച്ചു നോക്കി, അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയില്ല. അതായത് സ്വാഭാവികമായിട്ട് എന്താണോ ഇവരുടെ മനസ്സിൽ തോന്നുന്നത് അതേ രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടായിരിക്കുക. ഒട്ടും ഫോർമൽ ആയിരിക്കില്ല. നോർമലി നമ്മുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ അതേപോലെ തന്നെ ഇവർ ബിഹേവ് ചെയ്യും. നമ്മുടെ അടുത്ത് ഒരു ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവരെ മനസ്സിലാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതായത് വികാരജീവികളായതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്പ്രഷനും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും. ഇവർക്ക് വായിൽ തോന്നിയത് എന്തോ അതവർ പറഞ്ഞിരിക്കും, ചെയ്തിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും മുൻഗണന കൊടുക്കുന്ന ഒരു ആളുകളാണ്. അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാനും ഇവർക്ക് വളരെ പെട്ടെന്ന് പറ്റും. ഇവരെ പഠിപ്പിക്കാനും വളരെ ഈസിയാണ്. അതായത് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് പറ്റുക. ഇപ്പം ഇവർക്ക് ഏറ്റവും നന്നായിട്ട് ആക്റ്റീവ് ആവുന്ന ഇപ്പോൾ ഫാമിംഗ് ഒക്കെ, ചെടികൾ നടുകയാണ്, അല്ലെങ്കിൽ മരങ്ങൾ, പ്രകൃതി സ്നേഹികളായിരിക്കും. പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുത്തിടപഴകി ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. ഇവർക്ക് നന്നായിട്ട് ആളുകളുടെ അടുത്ത് പെരുമാറാനും അവരെ അതിശയിപ്പിക്കാനും അത്ഭുതപ്പെടുത്താനും ഭയങ്കര കഴിവാണ്. നല്ല സരസമായിട്ട് സംസാരിക്കാനും സരസമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കാര്യം നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കാനും ഇവർക്ക് ഈസിയാണ്. ഇവരെപ്പോഴും കയ്യും കാലൊക്കെ ഇളക്കിയിട്ടാണ് സംസാരിക്കുക. നമുക്കത് കണ്ടു നിൽക്കാൻ പോലും നല്ല രസമാണ്. അവരൊരു കഥ പറയുന്ന പോലെയാണ് അവരുടെ വേദനകളും വിഷമങ്ങളും നമ്മളായിട്ട് പങ്കിടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് നമുക്ക് മിങ്കിൾ ചെയ്യാനും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതുപോലെ തന്നെയാണ് കുട്ടികൾ ഏറ്റവും നന്നായിട്ട് വിജയിക്കുന്ന ഒരു വിഭാഗവും കിനസ്തെറ്റിക് മേഖലയിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.